ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ നടക്കും. അതിനുശേഷം നമ്മൾ മുറ്റം അടിക്കലാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഇലകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദിവസം മുറ്റം അടിക്കേണ്ട ആവശ്യമുണ്ട്. കുറേ കല്ലും കട്ടയും മെറ്റിലും ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടത് കൊണ്ട് തന്നെ ധാരാളം പുല്ല് കിളിച്ചാൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലത്തെ മുറ്റമടി കഴിഞ്ഞിട്ടുണ്ട്. മുറ്റം അടിച്ച് കഴിഞ്ഞ് രാവിലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചൂലെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യാത്തതുകൊണ്ട് ധാരാളം മണ്ണ്, നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കുറുമ്പിയുണ്ട്. അപ്പോൾ അവളാണ് ഈ മണ്ണെല്ലാം സിറ്റ് ഔട്ടിൽ കൊണ്ടിടുന്നത്, പെരയ്ക്കകത്തും കൊണ്ടിടും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ തൂത്തിരിക്കേണ്ട അവസ്ഥ വരാറുണ്ടല്ലേ. അപ്പോൾ ഞാനിവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഒരാൾ 10 മണിയാകുമ്പോൾ അംഗനവാടിയിൽ പോകും, പിന്നെ വരുന്നത് 3:30 അപ്പോൾ അത്രയും നേരമൊക്കെ വൃത്തിയായിട്ട് കിടക്കും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും വൃത്തികേടാകും. അപ്പോൾ നമുക്കിത് എല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അതിലോട്ട് പോകാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തുണിയൊക്കെ ഉള്ളതെല്ലാം എടുത്തൊന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പത്തെ ദിവസം തന്നെ നമ്മൾ അരി ഉഴുന്നുമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡലിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയം ഡിസംബർ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പുളിച്ചു പൊങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ കുറച്ച് നമ്മുടെ ഉലുവ ഇട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. അപ്പം കുറച്ച് അരച്ചെടുത്തപ്പോൾ അതും കൂടി ഇട്ട് അരച്ചെടുത്തപ്പോഴത്തേക്കും പുളിച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഈ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും പുളിച്ചു പൊങ്ങാൻ ഇച്ചിരി പ്രയാസമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പുളിച്ചിങ്ങനെ പതഞ്ഞിങ്ങനെ വെളിയിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് നമ്മൾ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാവിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇഡലി ഉണ്ടാക്കാം. ഇവിടെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ആകെ കിഴങ്ങും സവാളയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കിഴങ്ങും സവാള ഉണ്ടെങ്കിൽ മാത്രം ഞാൻ സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പച്ചക്കറിയൊന്നും വേണമെന്ന് എനിക്കില്ല. പച്ചക്കറി ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കിയാൽ ഒരേ ടേസ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡലിപ്പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ആ ഇഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് യോജിപ്പിച്ചിട്ട് ഇഡലിയൊക്കെ റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ ഇങ്ങനെ എണ്ണ കുറച്ച് തടവി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇഡലി വരും കേട്ടോ. അപ്പം രാവിലെ നമ്മൾ ഇഡലിക്കുള്ളത് എടുത്ത് അടുപ്പിൽ വെച്ചു. അപ്പോൾ കുക്കറിൽ നമ്മൾ പരിപ്പും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് അത് വേകുന്ന സമയത്ത് അടുക്കള വാതിക്കലുള്ള ആ ചപ്പും ചവറൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ. കുറേ ഉണ്ട്. പച്ചമുളകുണ്ട്, വഴുതനയുണ്ട്, ക്യാബേജുണ്ട്, വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, അങ്ങനെ കുറച്ച് പയറുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ കിളിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ തക്കാളിയുടെ ഇതൊക്കെ അങ്ങ് കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്, കായ് ഉണ്ടാകാറായിട്ടുണ്ട് കേട്ടോ. അപ്പം അടുക്കള വാതിലെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പിൻ്റെ ആ ഒരു ആവിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ തക്കാളിയും
കിഴങ്ങും ഒരു കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ആവിയെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ഈ കിഴങ്ങും തക്കാളിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒറ്റ വിസിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡലിയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ തൂക്കാൻ പോയ സമയത്ത് ഇഡലിയും പരിപ്പും ഒക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതെടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഞാനിത് എടുത്ത ഉടനെ തന്നെ നമ്മുടെ ഇഡലി എടുത്തു മാറ്റും കേട്ടോ. ഈ ആവിയിൽ നിന്ന് ചൂടോടെ തന്നെ എടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊടിഞ്ഞു പോകും. പിന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ചൂട് ആറിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇഡലി എടുക്കാനെന്നുള്ള കാര്യം കേട്ടോ. പിന്നെ നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി വരും കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലിയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ട്രിക്കൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇഡലിയൊക്കെ അടിപൊളിയാക്കി എടുക്കും കേട്ടോ. ഇഡലിയുടെ കൂടെ ചമ്മന്തിയോ സാമ്പാറോ അങ്ങനെ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഇഡലി സാമ്പാറും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ചമ്മന്തിയും ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഇഡലി സാമ്പാറിൻ്റെ അത്രയും വരത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഇഡലി പൊങ്ങി വരത്തില്ല എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു ആ ഉലുവ ഇട്ടത് കൊണ്ടായിരിക്കും ചിലപ്പം നമ്മുടെ ഇഡലി നന്നായിട്ട് പൊങ്ങി വന്നത്. എനിക്കറിയത്തില്ല. ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടതാണ് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പുളിക്കും, ഇഡലി പുളിക്കും, പിന്നെ പൊങ്ങി വരും എന്നൊക്കെ ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പിനകത്തോട്ട് നമ്മൾ പരിപ്പും പരിപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നും പോയി. അപ്പോൾ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെന്ത കഷ്ണത്തിലേക്ക് നമ്മളിനി സാമ്പാർ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലേശം കളറും മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്, അതായത് പിരിയം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കടുകും വറുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ റെഡിയാണ് കേട്ടോ. ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ, നമ്മൾക്ക് സാമ്പാർ കൂട്ടിയാൽ പോരെ അല്ലേ. അപ്പം ചമ്മന്തി ഇതിലും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എന്നാലും എനിക്ക് സാമ്പാറിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കാണും, കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ കാണും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ എനിക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു അനുഭവമാണ്. ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എല്ലായ്പ്പോഴും നല്ല ടേസ്റ്റുള്ള ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ ഇച്ചിരി ഉപ്പ് കുറവും ഇച്ചിരി പുളി കുറവും ഒക്കെ കാണുമെങ്കിലും മാക്സിമം നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം സാമ്പാറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ മസാലയൊക്കെ ഇട്ടതല്ലേ അതൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് താളിക്കാനുള്ളതും അപ്പുറത്ത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വേപ്പിലയോ മല്ലിയിലയോ എന്തെങ്കിലും ഇട്ടിട്ട് അതങ്ങോട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡലിയും സാമ്പാറും കാപ്പിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മുടെ ദേവക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഒരിഡലിയൊക്കെ തിന്നും, 2 ഇഡലി തിന്നാറുണ്ട്. എന്നാലും ഒരിഡലിയാണ് ആദ്യം വെച്ചത്, കളയണ്ടെന്ന് വിചാരിച്ചു, വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നുറുക്കി വെച്ചിട്ട് ആൾ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആളെ ഇന്ന് കുളിപ്പിച്ച് ഇന്ന് അംഗനവാടിയിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ എണ്ണ ശരീരത്ത് തേച്ച് കുളിക്കാറില്ല, തലയിൽ മാത്രമേ തേക്കാറുള്ളൂ. ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ ശരീരത്തെ എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. അപ്പം
കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങലെ പരിപാടിയാണ് കേട്ടോ. ഒരുക്കം എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണിൻ്റെ സൈഡിലും പൊട്ട് തൊട്ട് കൊടുക്കുക എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അഭിനയിച്ച് കാണിക്കുവാണ്. ഇനിയിപ്പോൾ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആൾക്ക് ഇനി അംഗനവാടി പോകാൻ ദേഷ്യം വരും, വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. ലിപ്സ്റ്റിക്കും ഒക്കെ ഇടാനായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഉഷാറായി. ഇനി പോകാമെന്നുള്ള ഇതിലായി കേട്ടോ. അപ്പോൾ പോകാറായപ്പോഴത്തേക്കും ആൾക്ക് വിശന്നു. അപ്പോൾ പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, ബ്രെഡ് എടുത്ത് കഴിക്കുവാണേ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ദേവൂസിൻ്റെ അംഗനവാടി. അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അംഗനവാടിയിലൊക്കെ പോയി കൊണ്ടുവിട്ടിട്ട് ഞാനിങ്ങനെ പോകുന്നു കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ മുറിയാണ് വൃത്തിയാക്കി ഇടുന്നത് കേട്ടോ. ഈ മുറിയിൽ അച്ഛൻ വരുമ്പോൾ മാത്രം, എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വരുമ്പം ഇവിടെയാണ് കിടക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും അങ്ങനെ വൃത്തികേടൊന്നും ആകാറില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. ദേവൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ അലമ്പുകോലം ആക്കി ഇടും കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ. ജനലുമൊക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ എല്ലാം അങ്ങ് തൂത്തുവാരിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മുറി അങ്ങ് വൃത്തിയാക്കിയെടുത്തതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് കേട്ടോ. അടുത്ത നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. ഇവിടെ പിന്നെ ദേവ എന്തെങ്കിലുമൊക്കെ കൊണ്ടിടും. ഇവിടുത്തെയും ജനലൊക്കെ അങ്ങ് തുറന്നിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഈ ഭിത്തിയിലൊക്കെ ദേവക്കുട്ടി വരച്ചിടുന്നതാണ് കേട്ടോ. കുറേയൊക്കെ ഞാൻ തേച്ചുരച്ച് കഴുകിക്കളഞ്ഞു. പക്ഷെ പോകാത്ത നമ്മുടെ ഈ പേനയുടെയൊക്കെ ഒരു ഇതൊന്നും പോകത്തില്ല. അപ്പോൾ പിന്നെ ഞാനതങ്ങ് വിട്ടു. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേറെ കുറേ അലങ്കോലം ആക്കിയിട്ടിട്ടുണ്ട് ഈ മുറി മുഴുവൻ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇന്നലെ രാത്രിയിൽ ആൾ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം ഇനി. അതിൻ്റെ കൂടെ തന്നെ എല്ലായിടവും തുടച്ചും കൂടി ഇട്ട് കേട്ടോ. ഇനിയിപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനൊന്നും നേരം കാണത്തില്ല. അപ്പോൾ ഈ ആൾ അംഗനവാടിയിൽ പോകുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തിടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അതിനൊന്നും സമ്മതിക്കത്തില്ല. എൻ്റെ വാല ഇങ്ങനെ നടക്കും. എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കും അല്ലേ, കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പുറകെ അവർ നമ്മുടെ പുറകെ നടക്കും. പിന്നെ നമ്മൾ ആകപ്പാടെ അങ്ങ് അവശയാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറേയൊക്കെ എല്ലായിടവും ഒന്നും തുടച്ചിട്ടിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ല കപ്പ കുഴച്ചതും നല്ല മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് അപ്പുറത്തുനിന്ന് നമ്മുടെ അമ്മ കൊണ്ട് തന്നെയാണേ. അപ്പോൾ മീൻകറിയൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. മീൻകറി തലേന്നത്തെ മീൻകറിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉച്ച വരെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.